ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സിസിലി എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് സിസിലി. 44 വയസ്സുണ്ട്. ഒരു പെൺകുട്ടി മാത്രമാണ് എനിക്കുള്ളത്. ഭർത്താവും കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടൗണിൽ തന്നെ 2 സ്ഥാപനത്തിലാണ് ജോലി. രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പോവുകയും ഒരുമിച്ച് വരികയാണ് ചെയ്യുന്നത്. ഭർത്താവിന് കാര്യമായ ബന്ധുക്കളൊന്നും പണ്ട് മുതലേ ഇല്ല. ആ സമയത്ത് കല്യാണം കഴിക്കുമ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അമ്മ മരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഒരു വീട്ടിൽ ഞാനും ഭർത്താവും മാത്രമായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായ ശേഷവും യാതൊരു വിധത്തിലുമുള്ള നീക്കുപോക്കുകളും കുട്ടികളുണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായില്ല. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി പരിശോധിച്ചു. ഹസ്ബൻഡാണ് കുഴപ്പം കൂടുതൽ. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു എൻ്റെ വിവാഹം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുട്ടികളുണ്ടാകാനുള്ള ആലോചനയൊന്നും അന്നില്ലായിരുന്നു. പിന്നീടാണ് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആലോചന വന്നപ്പോൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഇനി എന്തെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി ടൗണിൽ വെച്ച് ഞാൻ കണ്ടത്. എൻ്റെ കൂടെ 10 വരെ ഒന്നിച്ച് പഠിച്ചതാണ്. അവളും ഇപ്പോൾ സമീപത്ത് തന്നെയാണ് വിവാഹം കഴിച്ച് താമസം. പണ്ട് എൻ്റെ ഗ്രാമത്തിൽ ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു അവളുടെ വീടും. അങ്ങനെ ഏകോദര സഹോദരങ്ങളെപ്പോലെ വളർന്ന് ഞങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് ഒരു ദിവസം 2 ദിവസമൊക്കെ കൂട്ടുകാരുടെ കൂടെ ടൂർ പോകും. ഞാൻ പറയും എന്നെ കൂടെ കൊണ്ടുപോകാൻ. അത് പക്ഷേ പുള്ളിക്കാരൻ സമ്മതിക്കില്ല. ആണുങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ടൂർ പോകുന്നിടത്ത് നീ വന്നു കഴിഞ്ഞാൽ ശരിയാകില്ലെന്ന് പറയും. ആ സമയത്ത് ഞാൻ വീട്ടിൽ തനിയാണ് കഴിയുന്നത്. തനിയെ കഴിയുന്നത് എനിക്ക് പേടിയുള്ള കാര്യമല്ല. പക്ഷേ ഇവളെ കണ്ടപ്പോൾ മുതൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂർ പോവുകയാണെങ്കിൽ ഞാൻ അവളുടെ കൂടെ പോയി നിൽക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അവളെ ഭർത്താവിന് പരിചയപ്പെടുത്തി. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ടൗണിനടുത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നാട്ടിലെ വീടൊക്കെ അവർ വിറ്റു. ചില കടബാധ്യതകൾ വന്നു. ഭർത്താവ് ഗൾഫിൽ പോയി. ഇപ്പോൾ അമ്മായിമ്മയും 19 വയസ്സായ ഭർത്താവിൻ്റെ അനിയനുമാണ് അവിടെയുള്ളത്. അവർ 3 പേരുമാണ് ആ വീട്ടിലുള്ളത്. അവളുടെ അമ്മായിമ്മ ഒരു പാവ സ്ത്രീയാണ്. അനിയനാണെങ്കിലും പാവമാണ്. ഹസ്ബൻഡ് ടൂറിന് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി. അത് ഒരു ശീലമായി. ഹസ്ബൻഡിന് സമാധാനമായി. അത്രയും നല്ലൊരു കൂട്ടുകാരി കിട്ടിയല്ലോ. അവരുടെ വീട്ടുകാരവിടെ ഉണ്ട്. ഹസ്ബൻഡിനെ കൊണ്ട് ഇടയ്ക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഹസ്ബൻഡിനും ആ ഫാമിലിയെ പറ്റി നല്ല മതിപ്പാണ്. സ്വന്തം അമ്മായിമ്മയെയും ഭർത്താവിൻ്റെ അനിയനെയും ഒക്കെ നന്നായി നോക്കി സ്നേഹിച്ച് കഴിയുന്ന അവളുടെ കൈയടക്കം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടമായി. അമ്മായിയമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ അനിയനും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നൊരു പയ്യനാണ്. പഠിക്കുകയും ചെയ്യും. കാണാനും സുന്ദരൻ. അവളുടെ ഭർത്താവിനെ കാണാൻ അത്ര സൗന്ദര്യമില്ല. അതിനോടുള്ള സൗന്ദര്യമെല്ലാം ഈ ചെക്കന് കിട്ടിയിരിക്കുകയാണ്. സ്മാർട്ട്. അവനെ കണ്ടാൽ ആരും ഒന്ന് നോക്കും. ഒന്നല്ല, പിന്നെയും പിന്നെയും നോക്കും. അത്രയ്ക്കൊരു വാത്സല്യം തോന്നുന്ന മുഖമാണ്. എന്തായാലും അവിടെ ചെന്ന് ഒരു ദിവസം ഞാൻ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ ഒരു രംഗം കണ്ടു. കാര്യം, അവൾ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന പാവാടയും പിന്നെ അവളുടെ ചില വവ്വാല് പോലുള്ള വസ്ത്രങ്ങളും ആ ചിക്കൻ അലക്കുകല്ലിൽ വെച്ച് അലക്കുന്നു. വൈകുന്നേരമാണ് ഞാനത് കണ്ടത്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എടി, നിൻ്റെ ഇതൊക്കെ കഴുകി തരുന്നത് നിൻ്റെ അനിയനാണോന്ന്? വിഷു, എനിക്കറിയില്ല മോളെ. ആ ചിക്കനെടുത്ത് കഴുകിയോ? ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്. അവനാണെങ്കിൽ അമ്മയുടെ എല്ലാം കഴുകി കൊടുക്കും. ആ സമയത്ത് അവിടെ ഞാൻ എന്തായാലും ഊരിട്ടിരുന്നു കഴിഞ്ഞാൽ അവരതൊക്കെ സോപ്പൊടിയിൽ മുക്കി അലക്കിയെടുത്ത് വിരിച്ചിടുപടി. ഞാൻ 100 തവണ പറഞ്ഞതോ, നീ എൻ്റെ ഒന്നും വിളിക്കരുത്, അലക്കരുത്. ചേട്ടത്തിമാരുടെ അലക്കേണ്ടത് ചേട്ടത്തിമാർ തന്നെയാണ്. അനിയൻ്റെ ഇത് അലക്കരുത്, അത് ശരിയാകില്ല എന്നോ. അപ്പം അവൻ പറയുക, ചേട്ടത്തി എന്ന് പറഞ്ഞാൽ ചേട്ടത്തി അമ്മയെ പോലെയല്ലേ ഉള്ളൂ. എൻ്റെ അമ്മയോട് ഞാൻ അലക്കുകയാണെങ്കിൽ ചേട്ടത്തിയുടെയും അവിടെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അലക്കുമെന്നോ അവനങ്ങ് അധികാരത്തോട് പറയുകയാണി. അങ്ങനെ അലക്കിയിടുന്നതാണ്. ആ പാവമല്ലേ, അവനൊരു കുഞ്ഞിൻ്റെ മനസ്സാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണെന്ന്. ഞാൻ പറഞ്ഞു, കൊള്ളാടി. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടെങ്കിലും ആ പയ്യൻ്റെ മനസ്സിലൊരു നന്മയാണ്. എന്ത് ജോലി വേണമെങ്കിലും ചെയ്യുമല്ലോ. പിന്നെ അവൻ ഭയങ്കര അധ്വാനിയാണ്. നല്ലതായിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ നോക്കിക്കേ, സ്പോർട്സിലൊക്കെ മിടുക്കനുമാണ്. എത്ര നേരം വേണമെങ്കിലും അവനോടും. അവൻ്റെ ശരീരമൊക്കെ നീ കണ്ടിട്ടുണ്ടോ? ഉറച്ചു തടി, നല്ലതുപോലെ. എൻ്റെ ഹസ്ബൻഡിനെക്കാൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വശപ്പശകും സ്പാർക്കും എനിക്ക് തോന്നി. അവനെക്കുറിച്ച് പറയുമ്പോഴേക്കും അവളങ്ങ് തരളിതയാകുകയാണ്, ന്യായീകരിക്കുകയാണ്. കുഞ്ഞാണ്, അവളുടെ അടുത്തങ്ങ് തൊട്ടിലാട്ടുന്ന പോലെയാണ് പറഞ്ഞത്. വാത്സല്യമാണെന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നീട് ചെക്കനെക്കുറിച്ച് പറയുമ്പോഴേക്കും ഇവളങ്ങ് വാചാരയാകുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിനുള്ളിൽ എന്തോ ഇല്ലേന്ന് എനിക്കങ്ങ് തോന്നി മാഡം. കാര്യം, അവിടെ വാഷിംഗ് മെഷീനുണ്ട്. അതങ്ങനെ ഉപയോഗിക്കില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, വാഷിംഗ് മെഷീൻ എന്താ ഉപയോഗിക്കാതെ? അതും കറണ്ട് ചാർജ് കൂടുതലാകും, പഴയ മോഡലാ എന്നൊക്കെ ഇവൾ പറയുകയാണ്. എനിക്ക് തോന്നി ഇവൾ മനഃപൂർവ്വം ചെക്കനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്.
കാര്യം ഇവൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചെക്കന് മനസ്സിലാകും. ഒന്നും പറയണ്ട, ചെക്കൻ കടയിൽ പോകും, ഓടി വരും, ചാടി വരും. ഇവള് ചെക്കനെ കറക്കി എടുത്ത് വെച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് കലച്ചിലായ സംശയം. പക്ഷേ അവളോട് ചോദിക്കാൻ പറ്റുമോ? ഉള്ള സൗഹൃദം കൂടെ പോവല്ലോ. ഒരു ദിവസം ചെക്കൻ മുറ്റം നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. പക്ഷേ ഇവളെന്നെ കാണുന്നില്ല. അവൾ മുറ്റത്തിറങ്ങിപ്പോയി. ആ ചെക്കൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴില്ലേ ഇവൾ പുറകെ പോയിട്ട് അവരുടെ നുള്ളു വെച്ച് കൊടുക്കുന്നു. എവിടെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ചെക്കൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വിടടാ വിടടാ എന്ന് ചെറുകെ പറയുന്നുണ്ട്. പക്ഷേ ചെക്കനില്ലേ വിട്ടില്ല. 2 പോപ്പോ. അതുമാത്രമല്ല, പുറകിൽ ചെക്കൻ ഒരു നുള്ളു കൊടുക്കുന്ന പോലെ അവൾ ഞെളിപിരി കൊണ്ടുകൊണ്ട് പെട്ടെന്ന് അവനെ തള്ളി മാറ്റിയിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൈകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ ആ ചെക്കനില്ലേ മാഡം, അവിടെ നിന്നുകൊണ്ട് തന്നെ അസാധാരണമാവിധം കൈലി മുകളിലേക്ക് പൊക്കിയെടുത്ത് ഒരു പ്രദർശനം കാണിച്ച് അവളെ മാടി വിളിക്കുന്നു, ശ്രദ്ധ ക്ഷണിക്കുന്നു. അവളത് കണ്ട് ശബ്ദമില്ലാതെ എന്തോ ആംഗ്യം കാണിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് വരുന്നു. ജനലിൻ്റെ അവിടെ നിന്ന് ഞാനിതെല്ലാം കാണുകയാണ്. ഇവൾ ഒരു മിടുക്കിയാണ്. സാധുവായി ചമഞ്ഞുകൊണ്ട് ഭർത്താവിനെ പറ്റിച്ച് നല്ലവളായി നടിച്ച് അമ്മായിമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റി സ്വന്തം ഭർത്താവിൻ്റെ അനിയനെ, സുന്ദരനായ അനിയനെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അവൾക്ക് ജീവിതത്തിൽ 2 ആണുങ്ങളുണ്ട്. അവളെ 2 വശത്തു നിന്നും തൊട്ടിലാട്ടാൻ ആളുകളുണ്ട്. അവളൊരു ഭാഗ്യവതിയാണ്. ഇത്രയും സുന്ദരനായ കിളുന്ന പയ്യൻ അവൾക്ക് സ്വന്തം. അസൂയ കൊണ്ടോ വിഷമം കൊണ്ടോ ഒക്കെ എൻ്റെ മനസ്സ് ആകെ ആടി ഉലയാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് ദൈവഭാഗ്യമില്ലാത്തത് ഭർത്താവല്ലാതെ വേറൊരാളെ എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, അയാൾ മാത്രമാണ് ലോകമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇവള് പക്ഷേ മുഖം മൂടിയിട്ട് എല്ലാവരെയും പറ്റിച്ച് അഴിഞ്ഞ് ആടുകയാണ്. പക്ഷേ അവളെ പിണക്കാൻ എനിക്കാകില്ല. ഈ കാര്യം ചോദിക്കാനും പറ്റില്ല. പക്ഷെ ചെക്കനുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുണ്ട്. എന്നെ അവനിടയ്ക്ക് ബുള്ളറ്റിൽ കൊണ്ടുവിടാറുമുണ്ട്. അവളുടെ ഭർത്താവിൻ്റെതാണ് ബുള്ളറ്റ്. ഒരു ദിവസം എന്നെ കൊണ്ടുവിടാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീയും നിൻ്റെ ഏട്ടത്തിയമ്മയും തമ്മിൽ എന്താണെന്ന്. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്നും. ഇല്ല, സത്യം പറയണം, ഞാൻ ചില കാര്യങ്ങൾ കണ്ടു. ഞാൻ ജനലിൽ കൂടി കണ്ടതാണ്. അപ്പോൾ നീ മുണ്ട് മടക്കി കുത്തി അവളെ എന്തൊക്കെയോ കോഷ്ടി കാണിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. നീ സത്യം പറയണം. നിന്റെ കാര്യം ഞാൻ രഹസ്യമായി വെച്ചോളാം. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതൊന്നും മിണ്ടിയില്ല. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, സത്യം നീ എന്നോട് പറകുട്ട, നിനക്കെന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഏട്ടത്തി തന്നെയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിരിക്കും, പഴയ കഥകളൊക്കെ പറയും. പണ്ട് നിങ്ങളെല്ലാവരും തമ്മിൽ ഒന്നിച്ച് പഠിച്ചപ്പോൾ ഏതോ പ്രേമബന്ധമുണ്ടായിരുന്നെന്നോ അത് നടന്നില്ലെന്നോ. പിന്നീട് എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി അതെല്ലാം മറന്നെന്നും ഇപ്പോൾ പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് മാനസികമായി എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഹൃദയം തുറന്ന് പറഞ്ഞു. ഏട്ടന് ചില കുഴപ്പങ്ങളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നോടടുത്ത് വന്നു. എൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകളിൽ തെരിപ്പിടിപ്പിച്ചുകൊണ്ട് പല കഥകളും പറഞ്ഞു. പിന്നീട് കളം വരയ്ക്കുന്ന കൈകളുമായി ഏട്ടത്തിയമ്മ തന്നെയാണ് എന്നെ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അവളെ അഭിനന്ദിച്ചു പോയി. അവൾ മിടുക്കിയാണ്. കടിച്ചതുമുണ്ട്, പിടിച്ചതുമുണ്ട്, എല്ലാമുണ്ട്. പണ്ട് അവൾക്ക് ഒരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞത് അത് ദിവ്യപ്രേമമാണ്. അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണും, അത്രയേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. വീട്ടുകാർ സമ്മതിച്ചാൽ മാത്രം കല്യാണമെന്നും. അവൾ ഇവനെ തേച്ചതാണോ ഇവൾ അവനെ തേച്ചതാണോ എന്ന് ആർക്കറിയാം. ഇതുപോലെ കള്ളികൾ എത്ര അടുത്ത് താമസിച്ചെന്ന് പറഞ്ഞാലും എത്ര അടുത്ത് നമ്മൾ പെരുമാറിയെന്ന് പറഞ്ഞാലും നമുക്കൊരാളെ മനസ്സിലാകില്ല. എല്ലാവരും ദുരൂഹമായ സ്വഭാവമുള്ളവരാണ്. ഞാൻ മാത്രം എന്താ സ്ട്രെയിറ്റ് ആയിപ്പോയത്? എനിക്ക് വേണം ദുരൂഹമായ സ്വഭാവം. എങ്കിൽ മാത്രമേ എനിക്കും ചില വ്യത്യസ്തതകൾ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ ചെക്കനോട് പറഞ്ഞു, എന്തായാലും നീ ഇത് പറഞ്ഞു, ഞാൻ അറിഞ്ഞു. നിൻ്റെ ഏട്ടത്തെയോട് ഞാനൊന്നും പറയില്ല. ഞാനിത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. നിൻ്റെ രഹസ്യം എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് പറഞ്ഞ് അവനെ ഞാൻ കൂടുതൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചില ഉരസലുകൾ കൊണ്ട് ബുള്ളറ്റിൽ ഇരുന്ന് തന്നെ ഞാൻ അവന് സിഗ്നലുകൾ കൊടുത്തു. പക്ഷെ അവൻ പ്രതികരിച്ചില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ഇപ്പം തന്നെ തിരിച്ചു പോകുന്നുണ്ടോന്ന്. ഇല്ല, ഞാൻ കോളേജിലേക്ക് പോവുകയാണെന്ന്. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ കോളേജിൽ പോകണ്ടെന്ന്. അത് വേണ്ട, ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പം അവളേക്കാൾ ഞാൻ സുന്ദരിയാണെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. നിനക്ക് നിൻ്റെ ഏട്ടത്തിയമ്മയാണെല്ലാം. അതല്ല
ഏട്ടത്തെയും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പുള്ളിക്കാരിക്ക് എന്നോട് ഭയങ്കര പൊസസീവ്നെസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും പൊസസീവ്നെസ് ആണ്, നിനക്കെന്നോട് ദേഷ്യം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അവിടെ പറ്റുമെങ്കിൽ ഇവിടെയും പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അവനെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹസ്ബൻഡ് 5 മണിയാകുമ്പോഴേ വരികയുള്ളൂ. അന്ന് ഞാൻ ലീവ് എടുത്തു. കാരണം ഞാൻ അങ്ങനെ ലീവ് എടുക്കാറൊന്നുമില്ല. ഈ രാത്രിയൊക്കെ ഇവിടെ അടുത്ത് പോയി നിൽക്കുമെന്നേ ഉള്ളൂ. എന്തായാലും അന്ന് ചെക്കിന് വേണ്ടി ലീവ് എടുത്തിട്ട് ഞാൻ അവനെ കോളേജിൽ വിട്ടില്ല. അകത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ചേച്ചി ചേച്ചി അവൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മിണ്ടരുത്, നിനക്ക് എല്ലാം പറ്റും. എനിക്ക് നിൻ്റെ കാര്യത്തിൽ പൊസസീവ്നെസ് ഉണ്ട്, എനിക്കും നിൻ്റെ സ്നേഹം വേണം, കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചു കൊണ്ടുപോയി കട്ടിലിലേക്ക് തള്ളിയിടുകയായിരുന്നു. അവൻ്റെ സമ്മതമൊന്നും ഞാൻ ചോദിച്ചില്ല. കുട്ടികളൊന്നും ഉണ്ടായില്ലെങ്കിലും നല്ല കഴിവുള്ള സ്നേഹമുള്ള പല തന്ത്രങ്ങളും അറിയാവുന്ന എൻ്റെ ഭർത്താവിനെ ഞാൻ മാനേജ് ചെയ്യുന്നു. പിന്നാണോ ഈ പീക്കിരി ചെക്കൻ എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. നിൻ്റെ ഏട്ടത്തിയമ്മ എങ്ങനെയാടാ എന്ന് ഞാൻ ചോദിച്ചു. ആദ്യമൊന്നും അവൻ ഒന്നും പറഞ്ഞില്ല. ചുടുമുത്തങ്ങളും ചുടുനിശ്വാസങ്ങളും ചൂടുള്ള സംസാരവും ചൂടുള്ള പ്രവൃത്തികളും കൊണ്ട് ചെക്കനെ ഞാൻ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഞാൻ മണിമണിയായി ചോദിച്ചപ്പോൾ ചെക്കൻ മണിമണിയായി ഉത്തരങ്ങൾ പറഞ്ഞു. വിഭവങ്ങൾ വളരെ കുറവാണല്ലോ മോനെ, നിനക്കിന്ന് തിരുവോണ സദ്യ ഞാൻ തരാം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ തന്ത്രപരമായൊരു പ്രകടനമായിരുന്നു. അവളെക്കാൾ മികച്ചു നിൽക്കണം, ചെക്കൻ ഇനി എന്നെ ചുറ്റി ചുറ്റി വരണം. അതിനുവേണ്ടി അന്ന് ഞാൻ അങ്ങയഞ്ഞു, സ്വമയഞ്ഞ് അവന് വേണ്ടി ഞാൻ സമർപ്പിച്ചു. എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഇത്തിരി കുറവ് വന്നാലും വേണ്ടില്ല, അവന് യാതൊരു ബുദ്ധിമുട്ടും വരരുത്. പച്ചടി കിച്ചടി നാരങ്ങാപ്പുളി ഓലനും കാളനും മാത്രമല്ല, പാൽപ്പായസവും അതിന് കൂട്ടത്തിൽ കഴിക്കാനില്ലേ മാഡം, മുഴുത്ത ഒരു നേന്ത്രപ്പഴവും വേണം, എനിക്ക് നിർബന്ധമായിരുന്നു. ചെക്കൻ എൻ്റെ നില കണ്ട് അത്ഭുതപ്പെട്ടെന്ന് പറയാം. ഇങ്ങനെയുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ല, ഇതിലും മികച്ചത് എനിക്കറിയാം. പക്ഷേ നിന്നെ എനിക്കിഷ്ടമാണ്. ഇനിയും നീ എൻ്റെ അന്തഃപുരം അലങ്കരിക്കാൻ വരണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചുവടുകൾ ഓരോന്നായി നിനക്ക് പകർന്നു നൽകുമെന്ന് പറഞ്ഞു. ചെക്കൻ എന്തായാലും അന്ന് പോകാൻ പോലും തയ്യാറായില്ല. പിന്നെ പക്ഷേ അവസാനമൊക്കെ ആയപ്പോൾ അവൻ പറഞ്ഞു, എന്നോട് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും. ഞാൻ പറഞ്ഞു, നിൻ്റെ ഏട്ടത്തിയമ്മ ലാസ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ, ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നീ ടെൻഷനൊന്നുമില്ലാതെ നിൻ്റെ ലോകത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. എന്തായാലും പിന്നെ കുതിരക്കുളം പിടി ശബ്ദം മാത്രമായിരുന്നു. അതുകൊണ്ട് അവന് ടെൻഷനൊന്നുമില്ല. ഞാൻ ടെൻഷൻ കൊടുത്തില്ല. ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെയുള്ളൊരു അവസരമാണ് ഞാൻ തുറന്നു കൊടുത്തത്. കാര്യം എന്തെങ്കിലും ചിന്തിച്ച് പേടിച്ചു കഴിഞ്ഞാൽ കൊച്ചു പയ്യനാണ്, എൻ്റെ എല്ലാവിധത്തിലുള്ള മാർഗങ്ങളും നഷ്ടപ്പെടും. എനിക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെയുണ്ട്. 1 വ്യത്യസ്തത, 2 ഇതുമൂലം എനിക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. മുന്നും പിന്നുമൊന്നും അന്ന് ഞാൻ ചിന്തിച്ചില്ല. പിന്നെ മാഡം കഴിഞ്ഞ ദിവസം ഒരു കഥ വായിച്ചിരുന്നല്ലോ, അതിൽ ഒന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഇതേപോലെ ഒരു ചെക്കനുമായി അടുപ്പത്തിലായി. ഭർത്താവ് അറിയാതെ അവൾക്ക് അവളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷേ അവൾക്ക് പേടിയുണ്ട്, ഉണ്ടാകാൻ പോകുന്ന കുട്ടി എന്തെങ്കിലും പ്രശ്നത്തിലാകുമോ എന്ന്. കാര്യം കൊച്ചു പയ്യനല്ലേ, അവൾക്ക് ആ പേടി. പക്ഷേ എനിക്കാണെങ്കിൽ കൊച്ചു പയ്യനായതുകൊണ്ട് കൂടുതൽ എല്ലാ ഗുണങ്ങളും എനിക്ക് കിട്ടും, എൻ്റെ കുട്ടി ആരോഗ്യവാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ആ ബുദ്ധി അങ്ങനെയാണെന്ന് പോയത്. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും അവനെ ഞാൻ ഒരു മോഹിനിയായി വിളിച്ചു വരുത്തി. പകൽ പല സമയത്തും ഞാൻ ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തു. അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സമയത്തൊക്കെ അവനെ ഞാൻ വിളിച്ചു വരുത്താൻ തുടങ്ങി. അവൾ അറിയാതെ അവൻ എൻ്റെ അടുത്ത് പലതവണ വന്നു. അവസാനമായപ്പോഴേക്കും അവൻ പറഞ്ഞു, ഏട്ടത്തെ അമ്മയേക്കാൾ സുമുഖിയും സുന്ദരിയും സുരാംഗനിയും നിങ്ങളാണ്. നിങ്ങളെ ഒരു വല്ലാത്ത രീതിയിൽ ഞാൻ ആരാധിക്കുന്നു. നിങ്ങളുടെ ഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെക്കൻ കാവ്യാത്മകമായി സംസാരിച്ചു. ഞാനും അവനെ പ്രണയച്ചുഴിയിലിട്ട് കറക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ലക്ഷ്യം നടക്കും വരെ. അത് കഴിഞ്ഞിട്ട് അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയയുമില്ലായിരുന്നു. അവസാനം ഒരു 25-30 വട്ടം ഞങ്ങൾ സംഗമരാഗങ്ങൾ മീട്ടിയ ശേഷമാണ് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയത്. എനിക്കും ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അത് പക്ഷേ പയ്യനാൽ മൂടപ്പെട്ട് ശരിയായി ടാറിട്ട റോഡ് പോലെയായി. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. ഹസ്ബൻഡിന് അതീവ സന്തോഷം. അതോടുകൂടി ഞാൻ അന്നേരത്തേക്ക് ജോലി നിർത്തി. പിന്നെ റെസ്റ്റായിരുന്നു. ചെക്കനോട്, മോനെ ഇങ്ങനൊരവസ്ഥയാണ്, ഇനിയിപ്പോൾ നമ്മളുടെ പ്രണയകാലം പറ്റില്ലല്ലോ, ഇവിടെ ഇതിനു
വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നോ? മോൻ ക്ഷമിക്കണം, നമുക്ക് പിന്നീട് സംഗമരാഗങ്ങൾ മീട്ടാം, ഇപ്പോൾ തൽക്കാലം ഒരിടവേള എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്നേഹത്തേൻ പുരട്ടി അവനെ വേദനിപ്പിക്കാതെ അകറ്റി നിർത്തി. എൻ്റെ കൂട്ടുകാരിക്ക് സന്തോഷമായിരുന്നു. അവളും ഒന്നും അറിഞ്ഞില്ല മാഡം. അങ്ങനെ എനിക്ക് കുട്ടിയുണ്ടായി, പ്രശ്നങ്ങളൊന്നുമില്ല. ചെക്കൻ ഞാൻ ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ബാംഗ്ലൂരിലേക്ക് പോയി PG ചെയ്യാൻ വേണ്ടി. അതോടുകൂടി ഞങ്ങളുടെ ബന്ധം അങ്ങ് മുറിഞ്ഞു മാഡം. അവനും ഞാനുമൊക്കെ ആ കാര്യം മറക്കുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാരി പിന്നീട് ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ പോയി. അമ്മായിമ്മയാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു. ഈ ചെക്കന് പിന്നെ എന്ത് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അവളുമായിട്ടുള്ള കോണ്ടാക്റ്റും പിന്നീട് പതുക്കെ പതുക്കെ ഇല്ലാതായി. കുട്ടി വളർന്നു വന്നു. ഭർത്താവും ഞാനും തമ്മിൽ ഇങ്ങനെയൊക്കെ ആദ്യം പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ പ്രശ്നമെന്ന് മാഡം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഏകദേശം 1 മാസത്തിന് മുമ്പാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത വർഷങ്ങളായി ഒരു ചേച്ചി മകനും താമസിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. അവർക്ക് ജോലിയുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ആ ചെക്കനെ വളർത്തുന്നത്. നല്ലൊരു പയ്യനാണ്, പഠിക്കും. അവൻ ജോലിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ പോവുകയാണ്. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബന്ധുക്കളൊന്നും അല്ലെങ്കിലും ഞങ്ങൾ തന്നെയാണ്. ആ ചെക്കൻ എന്നോട് കുറച്ച് അടുപ്പമുള്ള ചെക്കനാണ്. ഇടയ്ക്കൊക്കെ എനിക്ക് അവനോട് പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള അവസരം വന്നിട്ടുണ്ട്. ആരും അറിയാതെ 1-2 വട്ടം ഞങ്ങൾ തമ്മിൽ ചില ആശയവിനിമയങ്ങൾ കൈമാറിയിട്ടുമുണ്ട്. പക്ഷേ മകളും ഭർത്താവൊക്കെ ഇപ്പോഴുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നീട് ഒന്നിക്കുക എന്നുള്ള കാര്യം അധികമൊന്നും നടന്നിട്ടില്ല. എങ്കിലും ചെക്കൻ എന്നെയും എനിക്ക് ചെക്കനെയും അറിയാം. 2 വട്ടം മാത്രമേ ഞങ്ങൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളെങ്കിലും എൻ്റെ 3ാമത്തെ പുരുഷനാണ് ചെക്കൻ എന്നെനിക്കറിയാം. അവൻ ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ ഞങ്ങൾ പോകണ്ടേ മാഡം. അങ്ങനെ ഞാനും മോളും ഭർത്താവും എല്ലാം കൂടെ വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും അവനെ വിടാൻ വേണ്ടി എയർപോർട്ടിൽ പോയി. ആ സമയത്ത് അവിടെ കാത്തു നിന്നപ്പോഴില്ലേ മാഡം, ഒരാൾ വന്ന് ചേച്ചി എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പഴയ കക്ഷിയാണ്, എൻ്റെ കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ എൻ്റെ മോളും അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ അവർ തമ്മിലുള്ള സാമ്യം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി മാഡം. കാരണം ഇപ്പോൾ അയാളുടെ മുഖവും എൻ്റെ മോളുടെ മുഖവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല സാമ്യമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും തോന്നിയില്ല. നല്ലൊരു സുന്ദരിക്കുട്ടി എന്നുള്ളതല്ലാതെ അവർ തമ്മിൽ ഭയങ്കര സാമ്യമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ രൂപം മാറിയപ്പോൾ ഇപ്പോൾ എൻ്റെ മകളും അവനും തമ്മിൽ ഭയങ്കര സാമ്യം. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മകളാണെന്ന് പറയും. അവൻ ഞെട്ടി മകളെയും എന്നെയും നോക്കി. ഞാനും അവളെയും മകനെയും നോക്കി. പക്ഷേ ആ സമയത്ത് എന്തായാലും അയലത്തുകാരി അവിടെ ഇല്ലായിരുന്നു. അവർ ഇത്തിരി മാറി നിന്ന് സംസാരിക്കായിരുന്നു മകനുമായിട്ട്, സെൻറ്റിമെൻറ്റ്സ്. എൻ്റെ ഭർത്താവ് അതിനിടയ്ക്ക് വന്നു. ഭർത്താവ് അവനെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ അവൻ ഗൾഫിലാണെന്നും എവിടെയാണെന്നും ഒക്കെ പറഞ്ഞു. ഭർത്താവ് ഇത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് വല്ലാത്ത ഭയമായിരുന്നു. പക്ഷേ ഭർത്താവ് ഒന്നും ഭാവിച്ചില്ല. സംസാരിച്ചു. നമ്പരൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പോയത്. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ നമ്പരും വാങ്ങിച്ചു, പുതിയതെല്ലാം. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ പല സ്ഥലങ്ങളായിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ മാഡം ഞാൻ പോയി. അത് കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചു. ഒന്നും ചോദിച്ചില്ല. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അതെൻ്റെ കുട്ടിയല്ലേന്ന്. ഞാൻ പെട്ടെന്ന് ഞെട്ടി. അത് ഡിലീറ്റ് ചെയ്തു മാഡം. പിന്നെ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. അത് നിൻ്റെ കുട്ടിയൊന്നുമല്ല, വെറുതെ ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു മാഡം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനൊരു വോയിസ് നോട്ട് അയച്ചു. എൻ്റെ ഭർത്താവാണെങ്കിൽ എൻ്റെ മൊബൈലൊക്കെ എടുക്കുന്നതാണ്. അത് എൻ്റെ ഭർത്താവ് കേട്ടു മാഡം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതെൻ്റെ കുട്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രശ്നമൊന്നും ഉണ്ടാക്കാനില്ല. നിങ്ങൾ എസ് ഓർ നോ എന്നൊന്ന് പറഞ്ഞാൽ മതി, എനിക്ക് സമാധാനമാകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ശല്യം ചെയ്യാൻ വരില്ലെന്നാണ് മാഡം അവന് വോയിസ് നോട്ട് അയച്ചത്. അത് ഭർത്താവ് കേട്ടു. അന്ന് മുതൽ ഇവിടെ ഭയങ്കര വഴക്കാണ്. ഞാൻ അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ്റെ പുറകെ നടന്നു, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് വിശ്വസിക്കുന്നില്ല. ഭർത്താവ് അന്നേരം പറഞ്ഞു, ശരിക്കും ആ കുട്ടി അവൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്, അവൻ്റെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് ഭർത്താവ് പിണങ്ങി ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ആ ചെക്കൻ അയച്ച മെസ്സേജ് നിങ്ങളുടെ ഭർത്താവ് കേട്ടു. ഇനിയിപ്പോൾ അയാൾ പിണങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ പോയി സംസാരിക്കുകയോ മകളുടെ സാന്നിധ്യത്തിലല്ലാതെ കാര്യങ്ങൾ പറയുക. കാര്യം ഇതേപോലൊരു സംഭവമുണ്ടായി, എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. അങ്ങനെ ആ സമയത്ത്
ആ ചെക്കൻ എൻ്റെ അടുത്ത് പെരുമാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല. അത് ഒന്നോ രണ്ടോ വട്ടം അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇത് അവൻ്റെ കുട്ടിയാണെന്ന് ഞാൻ കരുതിയതല്ല. എനിക്ക് തെറ്റ് പറ്റി. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ തെറ്റുകൊണ്ട് നമുക്കൊരു കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ തന്നെ സ്നേഹിച്ച് കഴിയുകയല്ലായിരുന്നു. എനിക്കത് പറയാൻ പറ്റില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. പിന്നെ ആ തെറ്റുകൊണ്ട് നിങ്ങളുടെ കുഴപ്പങ്ങളും മറക്കപ്പെട്ടു. നമുക്കൊരു മോളായി, മാതൃക കുടുംബമായി. നിങ്ങൾ തന്നെയാണ് അവളുടെ അച്ഛനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ തെറ്റു പറ്റി എന്നുള്ളത് സമ്മതിക്കാൻ തരമില്ല എന്നൊക്കെ പറഞ്ഞ് തന്ത്രപരമായ ഭർത്താവിനോട് ക്ഷമ പറഞ്ഞ് സംസാരിക്കുക. പിന്നെ ഇത്രയും നാൾ നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടും പിന്നെ കുട്ടികളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ അദ്ദേഹം എന്താ തീരുമാനമെടുക്കുന്നതെന്ന് അറിയില്ല. ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകുക. അതില്ലാതെ വേറെ താരമില്ലല്ലോ. പക്ഷേ ഭർത്താവിനോട് തെറ്റുകൾക്ക് ക്ഷമ പറഞ്ഞ് നല്ല ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് ഇതൊക്കെ പൊരുത്തപ്പെട്ടു പോകാം. പ്രായം ഇത്രയായില്ലേ. അങ്ങനെ പറഞ്ഞ് കുടുംബത്തെ ഒന്ന് നന്നാക്കിയെടുക്കാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് എനിക്കറിയില്ല എന്ന് പറയാം. അപ്പോൾ സംശയം അവിടെ തന്നെ കിടക്കും. അപ്പോൾ പിന്നെ വഴക്കും വാക്കാണോ ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് അങ്ങേർക്കൊരു തെളിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ അത് കൺഫസ് ചെയ്ത് പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഈ പ്രായത്തിൽ ഇനി വഴക്കും വക്കാണോ അല്ലാതെ മുന്നോട്ട് പോകാം, നല്ല ജീവിതം നയിക്കാം, തെറ്റുകൾ ക്ഷമിക്കപ്പെടാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതിലും പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഡിഫെൻസ് ചെയ്യാം. ഡിഫെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു വരുമോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ കൺഫസ് ചെയ്താലും പുള്ളിക്ക് അത് ദഹിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഏത് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തെളിവ് വോയിസ് മെസ്സേജൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അയാൾ ഇപ്പോൾ ഉപേക്ഷിച്ചു പോയാലും നിങ്ങൾക്ക് ജോലിയുണ്ട്. തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ആശ്വാസത്തോടു കൂടി തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ മനസ്സമാനത്തോട് ജീവിക്കെങ്കിലും ചെയ്യാമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അവനെ തേടിപ്പോകും. ചിലപ്പോൾ അവനോട് സംസാരിച്ച് കഴിയുമ്പോൾ അവൻ മണിമണിയായിട്ട് കാര്യങ്ങളെല്ലാം പറയും. ആ സമയത്ത് നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഒരിക്കലും ഭർത്താവ് വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് പറച്ചിൽ കൂടി ഒന്നാകാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള രീതിയിൽ ജീവിക്കുക. അതല്ലാതെ ഇപ്പോൾ ഇതിന് വലിയ പ്രതിവിധിയൊന്നും ഇല്ല. പിന്നെ പണ്ട് ഇതിനൊക്കെ കാണിച്ചൊരു ആവേശത്തിൻ്റെ പാതി ഇതിലും കാണിക്കുക. ധൈര്യം ഈ ഒരു കാര്യത്തിൽ വേണം. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊരു ധൈര്യം വേണ്ടേ? അതൊക്കെ ഇപ്പോൾ പുറത്തെടുക്കുക.